ജെ ബി മഹാനായ ബാബാ സാഹിബ് അംബേദ്കർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ വിദ്യാസമ്പന്നരും ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിനെ വഞ്ചിച്ചതെന്നാണ് അത് അവസാന നാളുകളിൽ അദ്ദേഹം പറഞ്ഞത്. നമ്മളത് പറയുമ്പോൾ കേരളത്തിലെ ഉദ്യോഗസ്ഥ സംഘടനകളെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നതാണ്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാവരും ഇടതുപക്ഷത്തിൽ NGO യൂണിയനിലോ അല്ലെങ്കിൽ NGO അസോസിയേഷനിലോ അല്ലെങ്കിൽ NGO സംഘ് ഇടതുപക്ഷ വലതുപക്ഷ ഉദ്യോഗസ്ഥ യൂണിയനുകളിലാണ് നിൽക്കുന്നത്. അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അവർ അങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അവർ യഥാർത്ഥത്തിൽ കേരളത്തിലെ അധികാര രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ജനസംഖ്യയിൽ തീരെ കുറഞ്ഞ സവർണ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളും സവർണ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമാണ് ഈ ഉദ്യോഗങ്ങളും നിയമനങ്ങളും അധികാരങ്ങളും എല്ലാം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥ സംഘടനയിലാണ് കേരളത്തിലെ പട്ടികജാതി സമൂഹത്തിൽപ്പെട്ട അല്ലെങ്കിൽ പട്ടികവർഗ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അംഗത്വമെടുത്ത് പ്രവർത്തിക്കുന്നത്. സർവീസ് കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് അധികാരം ലഭിക്കുവാൻ, അതിൻ്റെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അതിന് ഫണ്ട് കൊടുക്കുവാൻ, ആ ഫണ്ട് കണ്ടെത്തുവാൻ, അവർക്ക് അധികാരം ലഭിക്കുവാൻ വേണ്ടി സ്വന്തം വീടുകളിലും സ്വന്തം ബന്ധുവീടുകളിലും സ്വന്തം സൗഹൃദ വലയങ്ങളിലുമുള്ള വോട്ടുകൾ സമാഹരിച്ച് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ ഉദ്യോഗസ്ഥ സംഘടനയിൽപ്പെടുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം പരിശ്രമിക്കുന്നതിനാണ്. അപ്പോൾ അങ്ങനെ ഈ പരിശ്രമിക്കുമ്പോൾ സർവീസ് കാലയളവിൽ തന്നെ അവർ ഇത്തരം ആളുകൾക്ക് അധികാരവും സമ്പത്തും കിട്ടാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇവർ ഗുണഭോക്താക്കളല്ല എന്ന് പറയാൻ കാരണം, ഞാൻ നേരത്തെ ഇടപെട്ട ഒരു വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മൈനാഗപ്പള്ളി സ്കൂളിലെ ഒരു വിഷയം HMൻ്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ HM പട്ടികജാതി സമുദായത്തിൽപ്പെട്ട ആ HM അവിടെ തന്നെ SMC ചെയർമാനായിട്ടുള്ള അധ്യാപകനും അവിടെ തന്നെ ജോലി ചെയ്യുന്ന മറ്റ് അധ്യാപകർ അവരെല്ലാവരും KSTയിലാണ് വർക്ക്, ഇടതുപക്ഷ അധ്യാപക സംഘടനയായ KSTയിലാണ് വർക്ക് ചെയ്യുന്നത്. അവർ കൊടുക്കുന്ന അതേ മാസവരിയും അവരുടെ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് അവർ കൊടുക്കുന്ന അതേ സ്പെഷ്യൽ ഫണ്ടാണ് ആ HM ആയ പട്ടികജാതി സമൂഹത്തിൽപ്പെട്ട ഇയാൾ KST കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ തമ്മിലൊരു കലഹം വന്നപ്പോൾ സ്വാഭാവികമായും KSTയെ ആർക്കൊപ്പം നിന്നു? ഈ സവർണ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കൊപ്പം നിന്നു. ഈ പട്ടികജാതി സമുദായത്തിൽപ്പെട്ട HMനെ തള്ളിപ്പറയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കാരണം ഞാൻ നേരിട്ട് DD ആയിട്ടും AU ആയിട്ടും ഒക്കെ സംസാരിച്ച ഒരാളായതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയുന്നത്. ഈ അടുത്ത സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായത് കേരളത്തിൽ മാവേലിക്കര സബ് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലൊരു സംഭവം ഉണ്ടായതും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ വിവിധയാണ്, പ്രത്യേകിച്ചും അതുപോലെ തന്നെ ശൂരനാട് പ്രദേശത്തും അത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു അധ്യാപിക KSTയിൽ അംഗത്വമുള്ള അധ്യാപകരായിട്ടുള്ള പട്ടികജാതിക്കാർ 2 പേരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ പീഡിപ്പിക്കുന്ന ആളുകൾ, മാനസികമായി തകർക്കുന്ന ആളുകൾ അതേ KSTയിൽ തന്നെയുള്ള സവർണ നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ സർവീസ് സംഘടനകളിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഈ സർവീസ് സംഘടനകൾ നിയന്ത്രിക്കുന്ന സവർണരും ആ സർവീസ് സംഘടനകളെ നിയന്ത്രിക്കുന്നതും ഇതേ സവർണ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവർക്ക് പണം കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി വോട്ട് സമാഹരിക്കുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഫണ്ട് സമാഹരണത്തിന് വേണ്ടി മാത്രമാണ് ഇവർ ഔദ്യോഗിക കാലഘട്ടത്തിൽ പണം ചിലവാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ ജോലി കിട്ടിയത് എങ്ങനെയാണ്? ഇവർക്ക് വിദ്യാഭ്യാസമുണ്ട്, ഞങ്ങൾ അതിനെ മാനിക്കുന്നു, അഭിമാനിക്കുന്നു, അവരെ ആദരിക്കുന്നു. പക്ഷേ ഇവർക്ക് എങ്ങനെയാണ് ഈ പട്ടികജാതി സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് ഇവർക്ക് സംവരണ അടിസ്ഥാനത്തിൽ ജോലി കിട്ടുന്നത്. അല്ലാതെ ഇവരുടെ യോഗ്യത കൊണ്ട് മാത്രമല്ല, ഇവരുടെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല, സംവരണത്തിൻ്റെ ആനുകൂല്യം കൂടി കിട്ടുന്നതുകൊണ്ടാണ്. ഈ ആനുകൂല്യം കിട്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇവരുടെ കൂടെ പ്രതിനിധിയായി ജോലി കിട്ടിയിട്ട് ഇവരെ തകർക്കുവാൻ വേണ്ടി സവർണ അധികാരികൾ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് പണം കൊടുത്ത് സഹായിക്കുന്ന ഉദ്യോഗസ്ഥരായി നമ്മുടെ ഇടയിലെ ഉദ്യോഗസ്ഥർ മാറുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നത് 5% ഉദ്യോഗസ്ഥരേ ഉള്ളൂ. അവർ തങ്ങളുടെ സമുദായത്തിലെ വിദ്യാഭ്യാസം ചെയ്യാൻ അവസരമില്ലാതിരിക്കുന്ന ആളുകൾക്ക്, കഴിവുണ്ടായിട്ടും അവസരമില്ലാതിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് സമ്പത്തും സഹായവും കൊടുത്ത് പോകുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്, അവരെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അത്തരമുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം 5% മാത്രമേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ മറ്റു സമുദായങ്ങളെ പരിശോധിച്ചാൽ അവരുടെ ഉദ്യോഗസ്ഥർ, അധ്യാപകരും അനധ്യാപകരും മറ്റു തഹസീൽദാർമാർ, വില്ലേജ് ഓഫീസർ, ഇവരെല്ലാവരും അവരുടെ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ ഉദ്യോഗത്തിൽ നിന്ന് ലഭിക്കുന്ന അവരുടെ ശമ്പളത്തിൻ്റെയും മറ്റു വരുമാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കൈക്കൂലി അടക്കമുള്ളത് കിട്ടുന്നതിൽ നിന്നും അവർ അവരുടെ സമുദായത്തിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ
സമുദായ നേതാക്കന്മാർക്കും അവരുടെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർക്കും കൃത്യമായി പണം ചെലവാക്കി പോകാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. അവരുടെ സമുദായം കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അവരുടെ സമുദായ നേതാക്കന്മാരെയും അവരുടെ സമുദായ പ്രവർത്തകരെയും നിർവഹിക്കുന്നത്. ഇവിടെ മറ്റൊരു കുഴപ്പവും കൂടിയുണ്ട്. ഈ സമുദായത്തിൽ നിന്നും ആനുകൂല്യം സമുദായത്തിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും വരുമാനമുള്ള ആളുകളിൽ നിന്നും വാങ്ങിക്കൊണ്ട് പോയിട്ടുള്ള പല നേതാക്കളും, ഈ പട്ടികജാതി സമൂഹത്തിലുള്ള പല നേതാക്കളും ആ സമുദായത്തിനോട് നീതി പുലർത്തിയില്ല എന്നൊരു സത്യം കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. അത്തരം ആളുകൾക്ക് പണം കൊടുത്ത ഉദ്യോഗസ്ഥർ നമ്മുടെ ഇടയിലുണ്ട്. ആ ഉദ്യോഗസ്ഥരൊക്കെ നിരവധി തവണ വഞ്ചിക്കപ്പെട്ടിട്ടുമുണ്ട്. അതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും രാഷ്ട്രീയപരമായ ഇടപെടലിന് പണം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം നമ്മുടെ സമുദായത്തിൽ കുറവാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, ആർക്കും ഒളിച്ചു വെക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ ഇടയിൽ രാഷ്ട്രീയം കരുപ്പിടിപ്പിക്കുന്നതിന് പണം കൊടുക്കുന്ന ഇതേ സമുദായത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണ്. ഇവർ സർവീസിലിരുന്ന് ഇത്തരം ആളുകൾക്ക് പണം സമ്പാദിക്കാനും അധികാരം കൈയാളാനും ഭൂമി ഉണ്ടാക്കുവാനും ഒക്കെ കഷ്ടപ്പെടുന്ന ഇതേ ആളുകൾ സർവീസ് കാലയളവിലും ഇതുതന്നെയാണ് ചെയ്യുന്നത്. അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയാണോ എന്നറിയില്ല. എന്തായാലും ഒരു കാര്യം വസ്തുതയാണ്, ഉദ്യോഗത്തിൽ നിന്നും അവർ വിരമിച്ചതിന് ശേഷം ഇറങ്ങി വന്ന് അവർ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിൽ കയറുകയും അവർക്കറിയാം ഈ ആളിനെ അതിൻ്റെ സെക്രട്ടറി പ്രസിഡൻറ്റ് പോസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ആൾ പണം മുടക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ നിന്നും ഉദ്യോഗസ്ഥരായിട്ടുള്ള ഭക്തന്മാരെ ഈ ക്ഷേത്ര ഉപദേശക സമിതിയിലും അതിൻ്റെ ഭരണസമിതിയിലും അതുപോലെ തന്നെ ക്ഷേത്ര പുനരുദ്ധാരണ പദ്ധതികളിലും അവരുടെ തന്നെ ഈ ഭാഗവത പാരായണ യജ്ഞ കമ്മിറ്റിയിലും നവാഹ പാരായണ യജ്ഞ കമ്മിറ്റിയിലും ഒക്കെ ഉൾപ്പെടുത്തി ഈ പണം വീണ്ടും അവരെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ തന്നെ വിവിധ കെട്ടുകാഴ്ച സമിതികളുടെ, കാളകെട്ട് സമിതിയുടെ, അതുപോലെ തന്നെ കാവടിയാട്ട സമിതിയുടെ, അതല്ലെങ്കിൽ കോലം കമ്മിറ്റിയുടെ, അതല്ലെങ്കിൽ തേര് കമ്മിറ്റിയുടെ ഇത്തരമൊക്കെ ചുമതലക്കാരായി വെച്ച് വീണ്ടും ഇവർ പണം അവർ ഉദ്യോഗസ്ഥരിരിക്കുമ്പോൾ ഈ പണം അവർക്ക് വേണ്ടിയാണ്, അവരുടെ രാഷ്ട്രീയ കാര്യ അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയാണ് നിർഭാഗ്യവശാൽ സർവീസ് സംഘടനകളിലൂടെ ഇവർ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം ഉദ്യോഗത്തിൽ നിന്ന് മാറി അവർ പെൻഷനായതിനു ശേഷവും അവർ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് വീണ്ടും അവർക്ക് പണം സമ്പാദനത്തിനുള്ള വഴിയാണ് ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയതും നിങ്ങൾക്ക് ഇതിന് അവസരമൊരുക്കി തന്നതുമൊക്കെ ഒരു ഭരണഘടനയും ഒരു നിയമവ്യവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതുണ്ടാക്കി തന്നത് മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളോടോ അല്ലെങ്കിൽ ആശയത്തിനോട് പൂർണ്ണമായും നിങ്ങൾക്ക് സഹകരിക്കാൻ സമയക്കുറവ് കൊണ്ട് പറ്റാത്ത പല ആളുകളും ഉണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്ദേശം എല്ലാവരിലും എത്തുവാൻ വേണ്ടി സഹായിക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥർക്കും അതുപോലെ വരുമാനം കിട്ടുന്ന ആളുകൾക്കുള്ളതാണ്. അതുകൊണ്ട് ബഹുമാന്യരായ നമ്മുടെ സമുദായ ഉദ്യോഗസ്ഥർ ഇത്തരം വിശ്വാസ പ്രമാണങ്ങൾക്ക് പണം കൊടുത്ത് മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. വിശ്വാസം വിടണം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. വിശ്വാസത്തിൻ്റെ ശരിയായ ഗുണഭോക്താക്കൾ അവരായതുകൊണ്ട് അതിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെയും അടുത്ത തലമുറയുടെയും ഈ ഭാവി നശിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണിത്. അത് അങ്ങനെ തന്നെ പറയാൻ കാരണം, ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾ പണം കൊടുക്കും. അത് ഞങ്ങൾക്കറിയാവുന്നതാണ് ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ സംഘാടനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ പണം കൊടുക്കും. ഈ പണം കൊടുക്കുന്നതും അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് പണം കൊടുക്കുന്നത് നമ്മളെ കൊല്ലാൻ വരുന്ന ആളുകൾക്ക് ആയുധം സമാഹരിക്കുവാൻ വേണ്ടിയുള്ള പണമാണ്. നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നമ്മൾ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും അവർക്ക് ആയുധം വാങ്ങാനുള്ള സഹായവും സമ്പത്തും കൊടുക്കുന്ന പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ സാംസ്കാരികമായി മാറിയെങ്കിൽ മാത്രമേ സാമൂഹിക പരിവർത്തനം പൂർണ്ണമായി സംഭവിക്കുള്ളൂ. പിന്നെ രാഷ്ട്രീയമായി നമുക്ക് മാറാം, പക്ഷേ സാംസ്കാരികമായി നമ്മൾ പരിവർത്തനപ്പെട്ടിരിക്കണം. അതിന് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഒരു പരിധിവരെ അത്തരമുള്ള ആളുകളുണ്ട്. അത്തരമുള്ള ആളുകളാണ് കൂടുതലും ഈ ഉദ്യോഗസ്ഥ മേഖലയിൽ നിന്ന് പീഡിപ്പിക്കപ്പെടുന്നത്. പല ആളുകളും ഇത് അനുഭവിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ആളുകളും ഉണ്ട്. തീരെ പൊറുതി മുട്ടുമ്പോഴാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ പലരും പുറത്ത് പറയുന്നത്. ഇത് വളരെ കൃത്യമാണ്. പിന്നെ സംഘടനാപരമായി ആർക്കും ഇടപെടാൻ കഴിയുന്നില്ല. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ രാഷ്ട്രീയപരമായി ഇടപെടുകയും രാഷ്ട്രീയപരമായി അത്തരം സംഘടനകളോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ മാത്രമേ നിങ്ങളെയൊക്കെ സഹായിക്കാൻ പോലും, അല്ലെങ്കിൽ ഒരു സമ്മർദ്ദ ശക്തിയായി നിന്നുപോലും നിങ്ങളെയൊക്കെ സഹായിക്കാൻ പോലും നമ്മുടെ സമുദായത്തിന് കഴിയുകയുള്ളൂ. മറ്റുള്ളവർ
ഔദ്യോഗിക ജീവിതത്തിലിരുന്നു കൊണ്ട് അവരുടെ സമുദായത്തെ സഹായിക്കുന്ന ആളുകളായിട്ട് നിൽക്കുന്നത് അവരിലെ 99% ആളുകളും അങ്ങനെയാണ്. എന്നാൽ നമ്മളിൽ നിന്നും 95% ആളുകൾ അവരെ രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികമായും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം സർവീസ് സംഘടനകളിലും പിന്നീട് പെൻഷനറായി കഴിയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരുത്തൽ നമ്മൾ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട്. ജയ് ഭീം.